നമ്മുടെ ക്യാമ്പിംഗ് ട്രിപ്പിലത്തെ ബാക്കിയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിൽ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേരും ഹോഴ്സ് റൈഡ് ചെയ്യാൻ അതുവഴി വന്നത്. ഈ ഫാമിൽ സ്ഥിരമായിട്ട് റൈഡ് ചെയ്യാൻ വരുന്നവരാണ്. കുതിരകളെ കണ്ടപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ ഒന്ന് എക്സൈറ്റഡ് ആയി പോയി അവരൊന്ന് പാറ്റ് ചെയ്തു. ശേഷം 4 മണി ചായയുടെ സമയമായപ്പോൾ ഹരീഷിൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന മന്ദിര കൂടെ കഴിക്കുന്ന കട്ടൻ ചായയും കുടിച്ച് സൺസെറ്റ് എൻജോയ് ചെയ്തിരുന്നു ഞങ്ങൾ കുറച്ച് നേരം. ഇരുട്ടാവണതിൻ്റെ പിന്നെ കുട്ടികളെയും കൂട്ടി അപ്പുറത്തെ കാട്ടിൽ നിന്ന് കുറച്ച് വിറകും പെറുക്കി കൊണ്ടുവന്ന് തീ കത്തിക്കാൻ തുടങ്ങി. തീ കണ്ടപ്പോൾ കാരവാൻ്റെ ഉള്ളിൽ നിന്ന് സീനിയർ സിറ്റിസൺസൊക്കെ ചൂട് കായാനായിട്ട് വന്നു. സൺസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ക്യാമ്പിങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം. ക്യാമ്പ് ലൈറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫയറിന് ചുറ്റും ഇരുന്ന് കഥകളും ഹൊറർ സ്റ്റോറീസും തമാശകളും കുറച്ച് പാട്ടുകളൊക്കെ പാടി ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ പാട്ട് കേട്ടപ്പോൾ കുട്ടികൾ അവർക്ക് ആകെ അറിയണ സ്കൂളിൽ ദിവസം പാടുന്ന ഓസ്ട്രേലിയൻ നാഷണൽ ആന്തം ഒച്ചത്തി പാടി ആനന്ദം കണ്ടെത്തി. രാത്രിയായപ്പോൾ നമ്മളെ സുബിനും ഫാമിലിയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു. അവരുടെ കൂടെ ഒരു കട്ടൻ ചായയും കുടിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് നമ്മൾ പിന്നെ ഉറങ്ങാൻ പോയി. രാവിലെ എണീച്ചപ്പോൾ എനിക്ക് പ്രകാശം നല്ല കടുപ്പുള്ള ചായ കൊടുന്നു തന്നു. അതും കുടിച്ച് സൂര്യേട്ടനെ കുറച്ചേരം നോക്കിയിരുന്നു. തണുപ്പത്ത് മരവിച്ച കാല് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് വാപ്പിച്ചി. എന്താ സീനറി അല്ലേ. കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രിയങ്കയും ഫിദയും കൂടെ കൂടിയിട്ട്. 10 വർഷമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഫാമിലി ഫ്രണ്ട് സർക്കിളാണ് ഞങ്ങളുടെ. പല സ്ഥലത്ത് താമസിക്കുന്നത് കാരണം ഇടയ്ക്കെപ്പോഴാണ് കൂടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ആ ഒരു സമയം ഭയങ്കര അടിപൊളിയാണ്. ക്യാമ്പ് ഫയർ കിടാരായപ്പോൾ വാപ്പും കുട്ടികളും കൂടെ പോയി കുറച്ചുകൂടി വിറക് കൊടുന്ന് തീനെ രസിച്ചു. ഇതിന് ശേഷം കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പുറത്ത് പ്രിയങ്ക അപ്പങ്ങൾ ചുട്ടുകൊണ്ടേയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയപ്പോൾ എല്ലാവരും പാടിരുന്ന് വട്ടത്തിലിരുന്ന് അടിച്ച് പൊളിച്ച് കഴിച്ചു. ശേഷം ഗ്രൂപ്പ് ഫോട്ടോക്കുള്ള ടൈമായിരുന്നു. എല്ലാവരും കൂടെ ഒപ്പം ചാടുന്നൊരു ഫോട്ടോ കിട്ടാനായി 2-3 ടേക്ക് വരെ ഞങ്ങൾ പോയി. ഇതിനുശേഷം നമ്മൾ പതുക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പാക്കപ്പ് ചെയ്യാൻ തുടങ്ങി. പോണതിൻ്റെ മുന്നേ കുട്ടികളെയും കൂട്ടി ഫാമിലുള്ള ഫാം ആനിമൽസിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. ആടുകളെയും കോഴികളെയും കുതിരകളൊക്കെ ഫീഡ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര കൗതുകമായിരുന്നു. കുട്ടികളെ നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മുതിർന്നവർക്കൊന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാനായിട്ടും പറ്റിയ സംഭവമാണ് ഫാം സ്റ്റേസ്. കുട്ടികൾ ഇങ്ങനെ മരത്തിൽ കയറി കളിക്കണതൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ഓർമ്മ വന്നു. ഫാമിൻ്റെ ഭംഗിയെ കുറച്ച് നേരം ആസ്വദിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായിരുന്നു. കാരവാൻ തിരിച്ച് വണ്ടിയിൽ ഹിച്ച് ചെയ്തിട്ട് ഞാൻ മുമ്പിൽ വിട്ടു. പിന്നാലെ ഹരീഷും പ്രകാശും ഫോളോ ചെയ്തു. ഞാനിവിടെ 2ാമത്തെ തവണയാണ് ക്യാമ്പ് ചെയ്യാൻ വരുന്നത്. കുതിരകളോടുള്ള എൻ്റെ പാഷൻ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നുള്ള പ്രോക്സിമിറ്റി കാരണം എൻ്റെ ഫേവറേറ്റ് ക്യാമ്പ് സൈറ്റാണിത്. കുതിരകളോടൊക്കെ അടുത്ത വട്ടം കാണാട്ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടായിരുന്നു. തൊട്ടടുത്തുള്ളൊരു ഡംപ് പോയിന്റ് പോയി ഓരോരുത്തരും അവരവരുടെ ടോയ്ലറ്റ് കാസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്ത് ഞങ്ങൾ നേരെ ഹരീഷിൻ്റെ വീട്ടിലൊന്ന് പോയി അവിടുന്ന് ഒരു ഡിന്നറും കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞത്.